ഞാൻ ഈ ഈ കാർഡ് എനിക്ക് അയച്ചു തന്നപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചതും ഇങ്ങോട്ട് വരാനുണ്ടായ ഒരു ത്രില്ലിന് കാരണം കൈതപ്പുറം തിരുമേനി ഇവിടെ ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ നിർഭാഗ്യവശാൽ അദ്ദേഹത്തിന് ഇവിടെ എത്താൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞു. ആ തിരുമേനി ഒന്ന് കാണണമെന്ന് ഞാൻ കുറേ നാളായി വിചാരിച്ചു. അപ്പോഴാണ് ഒരു വേദിയിലുണ്ട് എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് വളരെ ത്രില്ലായിട്ട് തോന്നി. കാരണം എൻ്റെ ഇപ്പം ഈ പറഞ്ഞ തെങ്കാശിപ്പട്ടണം ഒക്കെ എഴുതിയ ഒരു വലിയ വ്യക്തിയാണത്. അതെനിക്ക് ഒരിക്കലും മറക്കാനാവാത്ത അത്ര വലിയൊരു വ്യക്തിത്വമാണ്. അത് പ്രത്യേകിച്ച് എനിക്ക് ഒരു ഓർമ്മ എൻ്റെ ഒരു ഒന്ന് നമ്മൾ ഷെയർ ചെയ്യുകയാണ്. ഞാനും ഇതിൻ്റെ സംഗീത സംവിധായകൻ സുരേഷും കൂടി കുറേ വർക്കൊക്കെ ചെയ്തിട്ട് ഞങ്ങൾ രാത്രി ഒന്ന് വിശ്രമിക്കാൻ വേണ്ടിയിട്ട് ഒരു സ്ഥലത്ത് കിടക്കുകയാണ് ഞാൻ. അപ്പോൾ അന്ന് ദീപാവലിയായിരുന്നു. ദീപാവലിക്ക് ഈ ഇവിടെ യാതൊരു അനക്കവും ഇല്ല. അപ്പോൾ സുരേഷ് എന്നോട് ചോദിച്ചു, ഇതെന്നാ സാർ ദീപാവലിയായിട്ട് ഇവിടെ ഒരു പൊട്ടാസ് പോലും ഇല്ല? ഞാൻ പറയും, ഇവിടേക്ക് ഇങ്ങനെയുള്ളൂ ദീപാവലി. തമിഴ്നാട്ടിൽ വരണം, നിങ്ങൾ അവിടെ കാണണം ദീപാവലി എന്താണ്. അവിടെ പൊട്ടാസ് സറകടി എല്ലാവർക്കും നല്ല അതിമനോഹരമാണ്. അവിടെ ആളുകൾ ഞങ്ങളെല്ലാം ഇങ്ങനെ പാടും, റോഡിലൂടെ പൊട്ടാസ് ഇങ്ങനെ പൊട്ടിച്ച് പാടും. പൊട്ടാസ് സറകടി ഏത് കുടിയച്ച് കുടിയ നൂറ് കേക്കടി ഏത് കുടിയാനപടി ഇങ്ങനെ പാടുന്നു പറഞ്ഞു. ഞാൻ പറഞ്ഞു, എടാ ആ പാടിയത് എനിക്ക് വേണം, അതെൻ്റെ പടത്തിന് ആവശ്യമാണ്, അത് ഇന്ന സ്ഥലത്ത് നമുക്ക് ഇങ്ങനെ പ്രയോഗിച്ചാൽ അപ്പോൾ അവർ ഗുഡ് ഐഡിയ, നമുക്കത് കുറച്ചുകൂടി മ്യൂസിക്കിൽ റിതമിക്കാക്കി നമുക്ക് ചെയ്യാം. പക്ഷെ ഒരു കാര്യം ഞാൻ പറഞ്ഞു, തമിഴിൽ തന്നെ വേണമെന്ന് പറഞ്ഞപ്പോൾ മറ്റുള്ളവർ പറഞ്ഞില്ല, ഇത് മലയാളം വേണം, എൻ്റെ മലയാളം ഉണ്ടാക്കണം. അപ്പം ഇതെങ്ങനെ എൻ്റെ മലയാളം വരുമെന്ന് യാതൊരു ഐഡിയ ഇല്ലാതിരിക്കുമ്പോഴാണ് കൈതപ്പുറം തിരുമേനി രാവിലെ വരുന്നത്. ഞാൻ പറഞ്ഞു, ഇങ്ങനൊരു സംഭവമുണ്ട്, അതൊന്ന് ഏറ്റെടുക്കണം. തിരുമേനി കുറച്ചു നേരം ഒന്ന് കേട്ടു. ഞാൻ പാടിക്കൊടുത്തോണ്ടിരുന്നു. പുള്ളി എഴുതി, സിതാറ് തരപ്പെട്ടിച്ചിട്ട വെച്ച് താളം വെട്ടിച്ചിട്ട സ്വരമൊരുക്കടി പാടടി സരിഗമ. ഇത്ര കൃത്യമായ മീറ്ററിൽ അത് വന്നു എന്നുള്ളതാണ്. ആ പൊട്ടാസ് സരവടി എന്നുള്ളതിന് സിതാറ് തരപ്പെട്ട് ഇങ്ങനെ കൃത്യമായി എഴുതി തന്നപ്പോൾ എൻ്റെ മനസ്സിൽ ഉറപ്പായി ഈ സിനിമ സക്സസ് ആണ്, വിജയമാണ്. കാരണം എൻ്റെ ഒരു അനുഭവം ഞാൻ പറയാം. എൻ്റെ ഒരു അനുഭവം എന്താണെന്ന് വെച്ചാൽ, ഏറ്റവും ഒരു സിനിമയുടെ നിർണായകമായ ഒരു സമയമാണ് മ്യൂസിക് കമ്പോസിങ് ആൻഡ് ലിറിക്സ്. കാരണം ഇത് രണ്ടും അന്തരീക്ഷത്തിൽ നിന്ന് വരുന്നതാണ്. ബാക്കിയെല്ലാം തിരക്കഥയും കഥയും ഒഴിച്ചാൽ, ഈ മൂന്ന് കാര്യം ഒഴിച്ചാൽ ബാക്കിയെല്ലാം നമ്മുടെ മുന്നിലൊരു സാധനമുണ്ട്, അതിലെ നമ്മൾ നോക്കിയാൽ മതി. ഇതൊന്നുമില്ല മുന്നിൽ. ആ കഥ മാത്രം മുന്നിൽ വെച്ചുകൊണ്ടാണ് ഏത് ഗാനരചയിതാവും എഴുതാൻ പോകുന്നത്. ഇനി അത് പദവിന്യാസം നടത്തണം ഏത് സംഗീതത്തോടൊപ്പം, അത് അന്തരീക്ഷത്തിൽ നിന്ന് വരണം. ആ ഒരു മുഹൂർത്തം കൃത്യമാണെങ്കിൽ പടം ഹിറ്റാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്.